മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. என்னம்மா இது? என் காலிന്റെ മുട്ട് പോയി. കനകം കനകം വിട് 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 എന്നെ വിട് കനകം. യാടി വിട് 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 അമ്മൂമ്മനെ വിട്. ഒന്നും ചെയ്യല്ലേ വിടാൻ. ഓ രണ്ടുപേരെ ശർക്കര ഈച്ചാൻ വന്നപ്പോഴേ ഞാൻ വിചാരിച്ചതാണ് തമ്മി തലി പിരിയൂന്ന്. എന്നെ വിട്. ലച്ചു നീ എന്നെ വാർത്ത പേசுற? തമ്മി തല്ലി പിരിയുന്നല്ല. ആന്റി അമ്മൂമ്മനെ സ്വന്തം അമ്മേനെ പോലെയല്ലേ കാണുന്നത്. എന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാവോ? அதுக்கு நான் ஒண்ணும் பண்ணல லட்சு. കൊച്ചേ എന്നെ കനകം ഒന്നും ചെയ്തില്ല. ചെയ്തില്ലേ? രണ്ടുപേരും കൂടെ നിലത്ത് കിടക്കണ്ടപ്പോ ഞാൻ വിചാരിച്ചു തമ്മി തല്ലി പിരിഞ്ഞെന്ന്. അത് ഗ്യാസ് കത്തി കിടക്കുന്നു എന്തോന്ന് പറഞ്ഞോണ്ട് ഞാൻ വിളിച്ചതാ. അത് ഓഫ് ചെയ്. ഇതാ എനിക്ക് ഇഷ്ടപ്പെടാത്തത്. ഗ്യാസും കത്തിച്ചു വെച്ചിട്ട് വെള്ളം എടുത്ത് ഇവിടെ വെച്ചു. എന്നിട്ട് അടുപ്പേ വെക്കാതെ അങ്ങ് പോയി. யாரு போனாங்க? நான் இல்லம்மா. എന്നെ നോക്കണ എന്തിനാ? ഞാനൊന്നുമല്ല. ഞാൻ അപ്പുറത്ത് മാറിയിരിക്കുവായിരുന്നു. ഈ പരിസരത്ത് പോലും വന്നിട്ടില്ല. ആന്റീനെ ആയിരിക്കുള്ളൂ. ஐயோ நான் இல்ல லட்சு. நிச்சயமா நான் சொல்றேன். ഞാനും അല്ല. ഇനിയിപ്പോ ആരായാലും എന്താ? ഗ്യാസ് പോകുന്നത് മാത്രമല്ലല്ലോ, വല്ല അപകടം ഉണ്ടായിരുന്നെങ്കിലോ? അതെ അതെ അതെ, അപകടം ഉണ്ടായിരുന്നെങ്കിലോ? അമ്മൂമ്മ സത്യം പറ, ആരാ കത്തിച്ചിട്ട് പോയെ? ഞാനല്ല, എനിക്ക് അറിഞ്ഞൂടാ. അമ്മൂമ്മ വെറുതെ മുഖത്ത് നോക്കി കള്ളം പറയല്ലേ. അത് ഞാനായിരിക്കും. വെള്ളം അടുപ്പേ വെക്കണമെന്ന് വിചാരിച്ചു കാണും, മറന്നുപോയി. അല്ല എന്ന് വിചാരിച്ച് ഞാൻ ഒരു പ്രായമായ ആളല്ലയോ? എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലോ നിങ്ങളല്ലേ വന്ന് നോക്കണ്ടേ? നിങ്ങൾ ചെറുപ്പക്കാര് പിള്ളേരല്ലേ? നിങ്ങൾ വന്ന് നോക്കണ്ടേ? അത് രണ്ടുപേരും അപ്പുറത്തപ്പുറത്ത് മാറിയിരുന്ന എങ്ങനെ ശരിയാവുന്നേ? കൊള്ളാമല്ലോ രണ്ടും. ഇനി ഞാൻ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും വന്ന് ശ്രദ്ധിച്ചോണം. ഞാൻ ശരിക്കാണോ ചെയ്യുന്നതൊക്കെ? എനിക്ക് ഓർമ്മപ്പശുണ്ട്, പ്രായമായി, ബുദ്ധിമുട്ടുണ്ടാവും. லட்சு எதுக்கம்மா இப்படி எல்லாம் திட்டிட்டு போனாங்க? അതാണ് ചോനറത്തല ഭവാനി. ഇത് വെറും ടീസർ. ഫുൾ എപ്പിസോഡ് ഇനി കാണാൻ കിടക്കുന്നേ ഉള്ളൂ. ஐயோ എന്തുപറ്റി? ஒண்ணும் இல்ல, நான் பயந்துட்டேன். വെള്ളം വേണോ? എനിക്ക് വേണം. ചേട്ടാ അതേ വരുന്നു. നമുക്ക് അവിടെ ഇരുന്നിരുതാ. അതിനെന്താ അവിടെ ഇരുന്നിരുതാ? കുറച്ച് വലുതായിട്ട് എഴുതണേ. ഞാൻ എഴുതിക്കോളാം. ആറാമടയിലെ പാറുവിന്റെ ഇതുപോലെ നോക്കി. മതി ചേട്ടാ, കിഡിലായിട്ടുണ്ട്. പറു ഇതുപോലെ. ഇത് മതി. മിടിച്ചേട്ടനെ സമ്മതിക്കണം. കൊറേ എഴുതേട്ടാ, നമുക്ക് എല്ലായിടത്തും കൊണ്ട് ഒട്ടിക്കാം. ഇത് പിടിച്ച്. എന്താ പരിപാടി? എന്താ കാണിച്ചേ? പാറമടയിലെ പാറുവിന്റെ മിഠായി കടയിലേക്ക് സ്വാഗതവും. ഇതെന്താ? ഇത് എന്റെ കടയുടെ പരസ്യം പതിപ്പിക്കാൻ വേണ്ടിയാ. എന്റെ പാറു, നീ നാടിനുള്ള മനുഷ്യൻ നാണം കെടുത്താൻ ഇറങ്ങിയേക്ക. ചേച്ചിക്ക് ഞാൻ രക്ഷപ്പെടുന്ന ഇഷ്ടമല്ല. ചേച്ചി ഒന്ന് പോയേ. എന്താ എന്താ അവിടെ? ആറമടയിലെ പാറുവിന്റെ മിഠായി കടയിലേക്ക് സ്വാഗതം. എന്തോ കടയുടെ പരസ്യം പതിപ്പിക്കാൻ പോവാന്ന് റോഡ് മൊത്തം. എന്തുവാ പാറു ഇത്? ഇതെല്ലാം മിട്ടിച്ചേട്ടന്റെ ഐഡിയ. ആട്ടെ, മിടുച്ചേട്ട പറ്റത്രേ? പറ്റ് മിട്ടിച്ചേട്ടൻ തന്നെ കൂട്ടി 150 രൂപയെ. 150 രൂപ പറ്റേ?
എന്നിട്ട് മിട്ടു ചേട്ടൻ കാശ് തന്നാ? ഇല്ല, അതിന് പകരാ പോസ്റ്റർ എഴുതിപ്പിക്കുന്നത്. പിടിച്ചോ. ചേട്ടാ വാ, എന്നിട്ട് നമുക്ക് പുറത്തിരുന്ന് എഴുതി ഒട്ടിക്കാം. நீங்க போஸ்டர் ஒட்டிட்டு வரும்போது நான் ஜூஸ் ഉണ്ടാക്കി தரேன். ശരിക്കും എന്നാ ഈ കുറച്ചും കൂടെ കൂടുതലുണ്ടായിക്കോ. കണ്ടിപ്പാ. അതെനിക്കും കണ്ടിപ്പാ. അമ്മ എന്നാ പിന്നെ പോട്ടെ അമ്മ. ഓ പോയിട്ട് വായോ. മാർക്കർ എടുക്കല്ലേ എഴുതാൻ? താങ്ക് യു. പോയിട്ട് വാ. പാറു മിക്കവാറും ഇത് പൊടി പൊടിക്കും. அவ ரொம்ப ஜாலியா இருக்கா லட்சு. ഏറ്റവും വലിയ വിറ്റ് എന്താണെന്നറിയോ? ഈ പിള്ളേര് വന്നിട്ട് മിഠായി മേടിച്ചോണ്ട് പോവില്ലേ, എന്നിട്ട് കാശ് കൊടുക്കുമല്ലോ, തിരിച്ചു വെക്ക് ബാക്കി കൊടുക്കാൻ അറിയാൻ പാടില്ല, എന്നിട്ട് ആ കാശിന് അവള് മിഠായിയാണ് പിറക്കി കൊടുക്കണത്. അവൾക്ക് കണക്ക് കൂട്ട தெரியாது ലച്ചു. പക്ഷെ മിക്ക പിള്ളേരും കാശ് കൊടുക്കാതെയാണ് സാധനം മേടിച്ചോണ്ട് പോണേ. എന്റെ ലച്ചു, ലാഭം നഷ്ടം നോക്കിയിട്ടൊന്നും അല്ല ഇതൊക്കെ ചെയ്തു കൊടുത്തത്. പിള്ളേര് മിഠായിയൊക്കെ തിന്ന് വളരട്ടെന്നേ. അതൊക്കെ ശരിയാണ്, പക്ഷെ അവക്ക് ഇച്ചിരി ഗമ കൂടുതലാണ്. അത് പറയാതിരിക്കാൻ വയ്യ. വലിയ മുതലാളിയാണല്ലോ വിചാരം. ഞാൻ ആ പരിസരത്തോട്ട് പോകുന്നപോലെ അവക്ക് ഇഷ്ടമല്ല. അപ്പൊ ഓടിച്ചിടും. നോക്കിക്കോ, എന്റെ സ്വഭാവം മാറുന്ന അന്ന് ആ 4 കോലും ഓലയും പാറമടയുടെ വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ ഒഴുകും. അങ്ങനെയാണെങ്കിലേ അവള് നിന്നെ എടുത്ത് പാറമടയെ തള്ളും. അവളതിനും മടിക്കില്ല, എന്റെ അല്ലേ അനിയത്തി. ஜோக்குக்கானாலும் அவ இந்த ஏஜ்ல இப்படி எல்லாம் பண்றாளே லட்சு, அது நம்ம அப்ரிஷியேட் பண்ணணும். അതിപ്പോ നമ്മ എന്താ കുഞ്ഞ ഏജില് നമ്മൾ ഒരുപാട് വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നാക്കിന് മാത്രം ഇത്ര നീളം ഉണ്ടായിരുന്നു. എടി ഈ പ്രായത്തിലും ആ കൊച്ചിത്രയൊക്കെ ചെയ്യുന്നില്ലയോ? നീ നിന്റെ മമ്മായിയും കൂടെ തലയും കുത്തി ഇന്ന് കുറെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തല്ലോ. എന്നിട്ട് എന്തായി? അത് പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുക. പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുക. ആ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ടാ കനക ഇവിടെ കിടന്ന് ഞെരിവിരി കൊള്ളുന്നത്. ആണോ ആന്റി? ആന്റി ഇവിടെ കിടന്ന് ഞെരിവിരി കൊള്ളുന്നുണ്ടോ? அப்படியெல்லாம் இல்ல லட்சு. പിന്നെ എന്താ അമ്മൂമ്മക്ക്? പറ കനകം, കാര്യം തുറന്നു പറയാൻ അങ്ങോട്ട്. പറയാൻ അങ്ങോട്ട്. ஐயோ, என்னோட பேரை சொல்லி யாரும் இங்க சண்டை போடாதீங்க. ഇവിടെ അതിന് ആര് വഴക്കിട്ടു? അമ്മൂമ്മയുടെ കാര്യ പറഞ്ഞേ. ലച്ചു, ഞാനൊരു കാര്യം പറയാം. എനിക്ക് വയസ്സായി, ചുമ്മാതെ വഴക്കുണ്ടാക്കുന്ന എനിക്ക് ഇഷ്ടമില്ല. ഇങ്ങനാണെങ്കിൽ ഞാനിവിടെ നിൽക്കത്തില്ല. പിന്നെ കൊച്ചിലെ മുതലുള്ള എൻ്റെ ഒരു സ്വഭാവമുണ്ട്. ആവശ്യമില്ലാതെ ഞാൻ ആരോടും വഴക്കിന് പോകാറില്ല. നീ എന്താ ചിരിക്കുന്നേ? നീ മിണ്ടണ്ട. നീ ചിരിച്ചതിന്റെ അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലായി. കനകം പറഞ്ഞേ, ഞാൻ ആവശ്യമില്ലാതെ ആരോടെങ്കിലും വഴക്കിന് പോകാറുണ്ടോ? കനകത്തിന് തോന്നുന്നുണ്ടോ ഞാൻ അങ്ങനെ വഴക്കുണ്ടാക്കാൻ പോകുന്നു? നീ എന്തിനാ പറയുമ്പോ അങ്ങോട്ട് നോക്കുന്നേ? എന്റെ മുഖത്ത് നോക്കി പറ. ഞാൻ അങ്ങനെ എന്തെങ്കിലും വഴക്കുണ്ടാക്കാറുണ്ടോ? അങ്ങോട്ട് പറ കനകം. പറയാൻ. இல்ல, நீங்க யார்கிட்டயும் சண்டை போட மாட்டீங்க, அது எனக்கு நல்லா தெரியும். അങ്ങനെ മര്യാദയ്ക്ക് കാര്യം പറ. അത് തന്നെ, അങ്ങനെ മര്യാദക്ക് പറഞ്ഞു പറയിപ്പിക്ക്. നിനക്കേ വെച്ചിട്ടുണ്ടടി. ഞാൻ എടുത്തോളാം. വന്നു വന്നു പാവങ്ങൾക്കിവിടെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി. ഓക്കെ അല്ലേ പാറു? ഓക്കെ. പാറമടയിലെ പാറുവിന്റെ മിഠായി കടയിലേക്ക് സ്വാഗതം. മിണ്ടു ചേട്ടാ, ഫോൺ നമ്പറും കൂടി വെക്കണോ? എന്തിന്? അതാണെങ്കി കട തുറന്നോ ഇല്ലെന്ന് വിളിച്ചു വെച്ചിട്ട് വരാലോ. അത് വേണ്ട ചേച്ചു. എന്താ? കൊടുക്കുവാണെങ്കിൽ ലച്ചു ചേച്ചിയുടെ നമ്പരേ കൊടുക്കാൻ പറ്റും. ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ കട തുറന്നിട്ടില്ലെന്നങ്ങ് പറയും. അയ്യോ ഒന്നും വേണ്ട. അതാ പറഞ്ഞ വേണ്ടെന്ന്. എന്നാ പിന്നെ നമുക്ക് അടുത്ത പോസ്റ്റർ ഒട്ടിക്കാൻ പോയാലോ? വേണ്ട, നമുക്ക് കുറച്ചും കൂടെ അവിടെ പോയി ഒട്ടിക്കാം. ഇവിടെയാ? വേണ്ട, കുറച്ചും കൂടെ അങ്ങോട്ട്. ഇവിടെങ്ങും കാണുന്നില്ലല്ലോ. എവിടെ പോയി? அம்மா, அவ போஸ்டர் ஒட்டிக்க போயிருப்பா. അല്ല, അതെനിക്കറിയാമല്ലോ. അല്ല, എന്നിട്ട് കാണുന്നില്ല. പോയിട്ട് വരാൻ സമയം കഴിഞ്ഞല്ലോ. ഇവരെ കണ്ടില്ലല്ലോ. ரொம்ப தூரம் எல்லாம் போயிருப்பாளோ? ഏയ്, അങ്ങനെ ദൂരത്തൊന്നും പോകത്തില്ല. അങ്ങനെ പോവാന്നെങ്കിൽ പറഞ്ഞിട്ടല്ലേ പോകത്തുള്ളൂ. பின்னொரு சமாதானம், அவங்க குழந்தைங்க எல்லாம் இருக்காங்கல்ல, அதனால பிரச்சனை இல்ல. അതെ. அம்மா, அவளுக்கு இப்ப இந்த கடை அது மட்டும்தான் நினைப்பு. കാലങ്കാർത്താലെ എല്ലാം എഴുந்திருக்கிறாமா. അത് പിള്ളേരെല്ലാം രാവിലെ ഇങ്ങനെ വരത്തില്ലയോ? ഈ കടയുടെ മുമ്പിലല്ലേ കളിയും ചിരിയും തമാശയും തകർപ്പും എല്ലാം. ഇപ്പടിയാണ് അവ ரொம்ப ഫേമസ് ആവാ. ഇവിടെ എല്ലാരും ഫേമസ് അല്ലയോ? കേശു ആണെങ്കിൽ കേശുവിനെ ഇവിടെ അറിയാത്തതായിട്ട് ഒരു കുഞ്ഞുങ്ങൾ പോലും ഇല്ല. അത് നീங்க சொன்னது கரெக்ட் தான்.
பாரு செல்லந்தான். ஆ பாருங்க வர. ഇത് ഒറ്റയ്ക്കാണോ വരുന്നത്? മിട്ടും കിച്ചും ഒക്കെ എന്തിയേ? അവരൊക്കെ ആ ഗേറ്റ് വരെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വിട്ടു. അതെന്താ? അതെ, വീട്ടുചേട്ടൻ ഇങ്ങോട്ട് വന്നാലേ ഇവിടുത്തെ മൊത്തം തിന്നു കിട്ടും. ഈ കടയൊക്കെ ഇങ്ങനെ തുറന്നു വെച്ചിട്ടാണോ സർക്കിട്ട് നടക്കുന്നേ? ഞാൻ പോകുന്ന വഴിക്ക് എല്ലാ കുട്ടികളോടും പറഞ്ഞായിരുന്നു. എന്തു പറഞ്ഞു? 1 മണിക്കൂർ കട മുടക്കാം. പിന്നെ എല്ലാ സ്ഥലത്തും പോസ്റ്റർ അടിച്ചു. ഇനി ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. ആണോ? അമ്മമ്മ ഫ്രീ ആണോ? എന്തിനാ? ഒരു ചായയുടെ പരിപാടിയും കൂടെ തുടങ്ങാനായിരുന്നു. മാസം എന്താന്ന് വെച്ചാൽ ചില്ലറന്നേക്കാം. കാശ് മുടക്കി കടയിട്ട് തന്നിട്ട് ഞാൻ ഇനി നിനക്ക് ചായയും കൂടെ അടിച്ചു തരണം ഇല്ലയോ? നീ ആട് കൊള്ളാലോ. பாரு ஃபுல்லா போஸ்டர்ல ஒட்டிச்சாச்சா? എല്ലായിടത്തും ഒട്ടിച്ചു. കിച്ചു പിന്നെ മിടിച്ചേട്ടനും കട്ടിക്ക് കൂടെ ഇരുന്നു. ആ മിട്ടൂനാണല്ലോ ഇവിടെ കട തുടങ്ങാൻ ഏറ്റവും കൂടുതൽ താല്പര്യം. പക്ഷെ ഡെയിലി പറ്റിന് സാധനം വാങ്ങിച്ചോണ്ട് പോവല്ലാതെ കാശ് എടുത്തില്ല. എത്ര കാശ് തരാനുണ്ടെന്ന് അറിയോ? മക്കള് കാശ് ചോദിക്കാനൊന്നും പോണ്ട, തരുവാണെങ്കിൽ മേടിച്ചാൽ മതി, അല്ലാതെ മക്കളായിട്ട് ചോദിക്കരുത് കേട്ടോ. അതെ, കച്ചവടത്തില് സെന്റിമെന്റ്സ് പാടത്തില്ല. പോസ്റ്റർ ഒട്ടിക്കാൻ പോയിട്ട് എന്തായി? എല്ലായിടത്തും ഒട്ടിച്ച്. പിന്നെ ഒരു കാര്യം പറയാം, അതുവഴി പോകുമ്പോ അതൊന്നും വലിച്ചേറി കളയരുത്. അത് ശരി, ഞാൻ എന്തിനു വലിച്ചേറി കളയണം? ഞാൻ ചേച്ചിയെക്കാളും ഫേമസ് ആണെന്ന് ചേച്ചിക്ക് ഇഷ്ടമല്ലല്ലോ. അശ്ശേ, അയ്യേ, എന്തൊരു ചിന്താഗതിയാണത്. അവള് പറഞ്ഞേട്ടാ അവള് ഫേമസ് ആവുന്ന എനിക്ക് ഇഷ്ടമല്ലെന്ന്. ചേച്ചിക്ക് എപ്പോഴും ലച്ചു ലച്ചു എന്നുള്ള പേര് കേൾക്കണ്ടേ? പിന്നെ അവള് ഫേമസ് ആവുന്നത് എനിക്ക് ഇഷ്ടമല്ല പോലും. ഒന്ന് പോവച്ച അവിടുന്ന്. അല്ലെങ്കിൽ തന്നെ ഇച്ചിരി പോലെ ഈ പെട്ടിക്കട വെച്ചോട് എന്തോന്ന് ഫേമസ് ആവാനാ? കൊച്ച, ഞാൻ ഒരു കാര്യം പറയാം. ഈ ഇടയായിട്ട് നിനക്ക് ഇച്ചിരി ജാട കൂടുതലാ കേട്ടല്ല. വരേക്ക് കുറച്ചോളണം അത്. ഈ ചേച്ചിക്ക് ഞാൻ കട തുടങ്ങിയപ്പോ തൊട്ട് എന്റെ അടുത്ത് ദേഷ്യ. അത് തന്നെ, ഭയങ്കര ദേഷ്യ, തീർത്താ തീരാത്ത ദേഷ്യം. ஐயோ சண்டை போடாதீங்க. பாரு லெச்சு சேச்சி உன்னை கண்டிப்பா ஹெல்ப் பண்ணும். ഹെൽപ്പ് ചെയ്യാന്നല്ല പറയണ്ടേ, ഉപദ്രവിക്കാന്ന് പറ. അമ്മൂമ്മേ, ഇത് സംഭവം വേറെ ഒന്നുമല്ല. ഇവക്ക് ഇതില് ഒറ്റയ്ക്ക് ഷൈൻ ചെയ്യണം. നമ്മൾ ഇടപെട്ടതിന് അത് നടക്കൂലല്ലോ. എനിക്ക് ഒറ്റയ്ക്ക് ഷൈൻ ചെയ്യണം. ചേച്ചിക്ക് എന്താ? അമ്മൂമ്മ, എനിക്ക് ഇവളുടെ സംസാരം തീരെ പിടിക്കുന്നില്ലേ. എനിക്ക് നിങ്ങളുടെ രണ്ടുപേരുടെ സംസാരം തീരെ പിടിക്കുന്നില്ല. ഈ കട തുടങ്ങിയപ്പോ മുതൽ രണ്ടും കൂടെ നടത്തുന്ന പുകിലായത്. അയ്യോ, ഞാനൊന്നിനും ഇല്ലേ. ഇപ്പൊ എല്ലാരും സാധനങ്ങൾ കടമൊക്കെ മേടിച്ചോണ്ടാണല്ലോ പോണത്. ഉടനെ കട പൂട്ടി കെട്ടുന്നത് കാണാം. അമ്മുമ്മ പറയുന്ന പോലെ ലച്ചു ചേച്ചിയുടെ നാക്കാണ് നാക്ക്. അതെങ്ങനെ മുറിച്ചു കളയാതെ ഒരു രക്ഷയില്ല. ഇവളുടെ കട ഞാൻ ഇന്ന് ശരിയാക്കുന്നു. അകത്തോട്ട് എങ്ങോട്ട് ഓടിപ്പോയത്? ആ നിന്റെ അനിയത്തി അല്ലയോ? അതാണ് എനിക്ക് പേടി. ഞാനേ ഇനി ഇവിടെ നിന്നാ ശരിയാവൂല. ഞാൻ അപ്പുറത്തേക്ക് എങ്ങാനും മാറി നിൽക്കാം. ചോദിച്ചതിനെ ഞാൻ ഇവിടുന്ന് പോയിന്ന് പറഞ്ഞാൽ മതി. ஐயோ கடவுளே, എവിടെ പോയതാ? வர வர வராமா. എന്താ ലച്ചു ചേച്ചി എന്തേ? ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടില്ല. നിന്റെ കയ്യിലെന്തുവാ? ഒന്നുമില്ല. കയ്യിലെന്ത് കാണിച്ചേ? ഒന്നുമില്ല. കാണിച്ചേ, കയ്യിലെന്തൊന്ന് കാണിച്ചേ? ഒന്നുമില്ല. കാണിച്ചേ നോക്കട്ടെ. അയ്യോ, ഇത് ലച്ചുവിന്റെ ഫോണല്ലയോ? ആ ലച്ചു ചേച്ചിയുടെ ഫോൺ തന്നെ. ഇതെന്താ നീ എടുത്തേ? എന്റെ കടയ്ക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലേ ഫോണിനൊരു തീരുമാനമായനെ. എന്റെ ദൈവമേ, ഏത് സമയത്താണോ നിനക്ക് കടയിട്ട് തരാൻ തോന്നിയത്? എന്തേ ലച്ചു ചേച്ചി എന്തെന്ന് പറ. എനിക്ക് അറിഞ്ഞൂടെ, ഇവിടെ ഉണ്ടായിരുന്നു. ഒന്ന് മാറിയെന്നേ, ചൂണ്ടിന് എന്തെങ്കിലും പറ്റിയോ നോക്കട്ടെ. ചെറുമോളെ കാണുമ്പോ പറഞ്ഞേക്കണം എന്റെ മുന്നിൽ വന്ന് പെടരുതെന്ന്. പറഞ്ഞേക്കാവേ. பாரு நீ வந்து கடை சொல்லிட்டு ப்ராப்பரா சாப்பிட கூட இல்ல. தண்ணி கூட குடிக்கிறியா நீ? ആന്റി, എനിക്കിനി വാട്ടർ ബോട്ടിൽ വാങ്ങിക്കണം, കടയിൽ കൊണ്ടുവരാൻ. அது நம்ம வாங்கலாம் பாரு. ആന്റി, ഇപ്പൊ വേനലാണെങ്കിലും മഴ പെയ്യല്ലോ. ஆமா பெய்யும். ഇപ്പൊ കടയുടെ അകത്ത് വെള്ളം കയറൂലേ? ரொம்ப பெரிய மழைனா கொஞ்சம் எல்லாம் ஏறும். அதுக்கு என்ன? അത് ആലോചിക്കുമ്പോ ടെൻഷനാ. ஐயோ டென்ஷன் எல்லாம் வேண்டாம். ரொம்ப பெரிய மழைனா நம்ம இதை பார்த்துக்கலாம். ആന്റി, ഇപ്പൊ കടയിലെ സ്റ്റോക്ക് എല്ലാം തീർന്നു.
നീ വാങ്ങിക്കണം. முழுசா தீர்ந்துதா? அப்படின்னா நம்ம வாங்கலாம். ആ വാങ്ങിക്കണം. സ്റ്റോക്കൊക്കെ തീർന്നെങ്കിലേ വാങ്ങിക്കണം. ലാഭം കിട്ടുന്ന കാശ് കൊണ്ട് വേണം പുതിയ സ്റ്റോക്ക് ഇറക്കാൻ. ഇനിയും കുറെ പൈസ കിട്ടാനുണ്ട്. അത് പോട്ടെ, ഉള്ളത് കൊണ്ട് മേടിയിര്. ഏറ്റവും കൂടുതൽ പൈസ തരാനുള്ള മിട്ടിച്ചാണ്ട. മിട്ടിച്ചാണ്ട കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ കുറച്ച് പാടാ. இந்த மிட்டு சேட்டன் தானே உன்னை ஹெல்ப் பண்றான். അതുകൊണ്ടാണ് ഞാൻ ദേഷ്യപ്പെട്ട് വാങ്ങിക്കാത്ത. അല്ല, പൈസയ്ക്ക് പകരം പോസ്റ്റർ എഴുതി തന്നെന്നൊക്കെ പറയുന്ന കേട്ടല്ലോ. അതൊക്കെ ചുമ്മാ. ഞാൻ കാശ് എന്തായാലും മേടിച്ചിരിക്കും. വലിയ തേമുട്ടായിക്ക് ഭയങ്കര മാർക്കറ്റാ, അത് കുറച്ച് ഇറക്കണം. പിന്നെ ചെറിയൊരു ഫ്രിഡ്ജ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് സിപ്പപ്പ് ഇറക്കാനും. ഇപ്പൊ വേനലായോണ്ട് തപ്പേന്ന് തീരും. பாரு நீ பெரிய பிசினஸ்காரியாയി മാറിയിട്ട്. അല്ല, ഇനി സ്കൂൾ തുറക്കുമ്പോ സ്കൂളിലോട്ടൊന്നും പോകുന്നില്ലേ? വെറുതെ കൊതിപ്പിക്കല്ലേ അമ്മുമ്മ. ഞാൻ കടയിലോട്ട് ചെല്ലട്ടെ. കനകാന്റി ആലച്ചോ, ആ കടയുടെ മുതലാളി ഇവിടെ ഉണ്ടായിരുന്നോ? എന്തുവാ? ഒന്നുമില്ല ആന്റി. ആന്റിക്ക് അറിയോ, ഇപ്പൊ റോട്ടിൽ കൂടെ പോയാണ്ടല്ലോ ചിരിച്ചിരിച്ചിരിച്ച് മനുഷ്യൻ മണ്ണ് തപ്പും. എന്താ? എന്തിനാ എന്നെ നോക്കി ചിരിക്കുന്ന? സത്യം പറഞ്ഞുണ്ടല്ലോ, അത് ആര് ചെയ്തതാണെങ്കിലും സാധനം അടിപൊളിയാണ്. என்ன பண்ணாங்க? என்ன நீ சொல்ற? പക്ഷെ കാര്യം പറഞ്ഞ ഒരാൾ ഇവിടെ കിടന്ന് മോങ്ങും. അതെന്തിന്? അതൊക്കെ ഉണ്ട്. சொல்லு லட்சு. ഇവിടെ ആരോ സംഘം ചേർന്ന് കടയുടെ പരസ്യ പോസ്റ്ററൊക്കെ ഒട്ടിച്ചേർന്നില്ലേ? ആമാ. എന്തായിരുന്നു എന്റെ അതിനകത്ത് എഴുതിയിരുന്നേ? പാറമടയിലെ പാറുവിന്റെ മിഠായി കടയിലേക്ക് സ്വാഗതം അല്ലേ? ആ പോസ്റ്ററിന് എന്ത് പറ്റി? പോസ്റ്ററിന് എന്ത് പറ്റിയെന്നാ? പാറമടയിലെ പാറുവിന്റെ മിഠായി കട, അതായത് ആ മിഠായി അങ്ങ് പോയിട്ടുണ്ട്. എങ്ക പോച്ച്? എങ്ക പോച്ചെന്നാ? ആ മിഠായി പോയി ഉടായിപ്പായി. ഉടായിപ്പാ அப்படின்னா என்ன? എന്റെ ഇപ്പൊ അത് വായിക്കാൻ ഭയങ്കര രസാ. അതായത് ആരോ ആ മിഠായി അങ്ങ് മാറ്റിയിട്ട് ഉടായിപ്പ് നാക്കി. അതായത് പാറമടയിലെ പാറുവിന്റെ ഉടായിപ്പ് കടയിലേക്ക് സ്വാഗതം. ആരാ ചെയ്തേ? ആരാണെങ്കിലും വിവരമുള്ളവരാണ് ചെയ്തത്. അമ്മൂമ്മ കനാൻഡി ചിരിക്കുന്ന. എത്രമാത്രം കഷ്ടപ്പെട്ട അത് ചെയ്തേന്നറിയോ? എന്റെ ലച്ചു, എന്നാലും ഇത് ആരാ ഇത് ചെയ്തേ? பாரு நீ வருத்தப்படாத, நமக்கு வேற போஸ்டர் மறுபடியும் ஒட்டலாம். എന്തായാലും അത് ചെയ്യണം. லட்சு நீ கூட வா லட்சு. ഞാനൊന്നുമില്ല. അതെന്നെ ലച്ചു, നീ കൂടെ വാ. എന്റെ ഇവക്ക് ഒന്നാമത് സ്നേഹം എന്ന് പറഞ്ഞ സാധനമില്ല, പിന്നെ റെസ്പെക്ട് അത് തീരെ ഇല്ല. ഞാൻ വേണമെങ്കിൽ ഒന്ന് തിരിഞ്ഞു നിൽക്കാം. ഇവള് സ്നേഹത്തോടെ റെസ്പെക്റ്റോടെ എൻ്റെ അടുത്ത് പറയട്ടെ, ചേച്ചി ഒന്ന് വന്ന് സഹായിക്കാൻ, എന്നാ ഞാൻ വരാം. തിരിഞ്ഞു നിൽക്കാവേ. പറഞ്ഞോ പാറു. ചെല്ല്, ചെന്ന് പറ. പാറു சொல்லுமா. സഹായം വേണമെങ്കിൽ മതി. എന്റെ മക്കളൊന്ന് ചെല്ല്, പറ. ചേച്ചി വാ എന്നെ സഹായിക്ക്. റെസ്പെക്റ്റ് ഇല്ല ഒന്നും കൂടെ. மறுபடியும் சொல்லு. ചേച്ചി വാ എന്നെ സഹായിക്ക്. കുറച്ചും കൂടെ കെഞ്ചി പറയോ? സ്നേഹത്തോടെ പറ. ചേച്ചി, ചേച്ചിയുടെ മുത്തല്ലേ, ചേച്ചിയുടെ കുഞ്ഞനിത്തില്ലേ, ചേച്ചി ഒന്ന് സഹായിക്കോ? സോറി. ഇന്നെ സഹായിക്കാം അല്ലേ? ഇത്ര എനിക്ക് മതി. ഇത് ഓക്കെയാണ്. ചേച്ചി എവിടെയാ എന്ത് പോസ്റ്റർ? ആ പോസ്റ്റർ നീ എവിടെയാണോ ഒട്ടിച്ച് അവിടെ ഉണ്ടാവും. എവിടെ? നീ എവിടെയൊക്കെ ഒട്ടിച്ച്? എല്ലായിടത്തും ഒട്ടിച്ച്. അപ്പൊ എല്ലായിടത്തും നോക്ക്. നിങ്ങൾ പൊട്ടിച്ച് അങ്ങോട്ടേക്ക് പോയല്ലേ ഉള്ളൂ. ആ പോയ സമയത്ത് കുറെ കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നു. ദേ നോക്ക്, കണ്ണു തുറന്ന്. പാടമടയിലെ പാടമടയാ ബെസ്റ്റ് ആളോടെ വായിക്കാൻ പറഞ്ഞ. ആന്റി ഒന്ന് വായിച്ച ആന്റി. என்ன லட்சு, என்ன போட்டிருக்கு? ആ എന്റെ തെറ്റാ, ഞാൻ ചോദിക്കാൻ പാടില്ലായിരുന്നു. നീ വായിച്ചടാ. പാറമടയിലെ പാറുവിന്റെ ഉടായിപ്പ് കടയിലേക്ക് സ്വാഗതം. കത്തിലേക്ക് എന്ത് നോക്കിക്കൊണ്ടിരിക്കണം? അത് വലിച്ചു കീറി വച്ചേ. ആന്റി ഇത് പിടിച്ചേ. என்ன பாரு முறைக்கிற? என்ன
മുറിക്കാതെ. ഇത് ചെയ്താൽ എന്റെ കൈ കിട്ടിക്കഴിഞ്ഞാ ഇപ്പൊ പേപ്പർ കീറി കളഞ്ഞ പോലെ കീറിക്കളയും. ஐயோ கோவப்படுறத பாரு லட்சு. അത് വിടു പാറു. അല്ല ആന്റി, നീ ഇപ്പൊ ഇത് ചെയ്തത് ഭാസ്യങ്ങളായിരിക്കൂ? ഭാസങ്ങളാ? ഇത് ഭാസങ്ങളാ ചെയ്തെങ്കി ഭാസങ്ങളുടെ തലയില് ഒരു ചക്ക വന്ന് വീണിട്ടുണ്ട്. ചെറുക്ക പ്രാകലടാ. பாரு இப்படி எல்லாம் சபிக்க கூடாது. ബാക്കിയുള്ളവർക്ക് എന്തും ചെയ്യാം, പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂലേ. കൂട്ടെ പറ, നമുക്ക് പോസ്റ്റ് ഒട്ടിക്കാം. നീ എന്തിനാ വെച്ച എന്നെ ഇങ്ങനെ നോക്കണേ? സത്യം പറയേച്ചി, ചേച്ചിയാണ് എങ്ങനെ ചെയ്തേ? ചേച്ചിയാണ് എങ്ങനെ ചെയ്തേ? രണ്ടിനെയും കാലെ തൂക്കിട്ട് പാറമട കളയൂട്ടാ. പക്ഷേ സംശയിക്കുന്നതൊക്കെ കുഴപ്പമില്ല, പക്ഷെ സംശയിച്ച് സ്വന്തം ചേച്ചിനെ സംശയിക്കുന്ന കൊള്ളാലോ. ചേടാ, നീ എന്തിനാണ് പിന്നെ എന്നെ നോക്കണത്? എന്റെ പൊന്നു കനകാന്റി, മധുര മീനാക്ഷി അമ്മയാണേ സത്യം, ഞാനല്ല ഇത് ചെയ്തത്. பாரு கண்டிப்பா லட்சு சேச்சி இப்படி பண்ணிருக்க மாட்டா, அது எனக்கு தெரியும். உன்னோட கடையில இப்பഴത്തെ கணக்கெல்லாம் பார்த்துட்டு இருக்கிறது யாரு? லட்சு சேச்சி தான். அவ இப்படி பண்ணுவாளா? பாரு எவ்வளவு செல்லமா நிக்கறானு. ഓ, കണ്ടാ ചെല്ലായിട്ട് തോന്നത്തില്ല. എന്തായാലും എന്റെ ചേച്ചി സാധിക്കത്തില്ല. ചേച്ചി സാധിക്കത്തൊന്നുമില്ല. ആര് പറഞ്ഞു ചതിക്കൂല? സാധിക്കോ? പിന്നില്ലേ, നീ കൂടുതൽ വിശേഷം ചോദിക്കാത്ത പോസ്റ്റ് ഒട്ടിക്കാക്ക. അതാ സ്വന്തം എവിടെ? എന്നാലും എന്റെ അടുത്ത് ഇത്രയും ദേഷ്യമുള്ള ആര്? அது விடு பாரு, நம்ம மறுபடியும் இதெல்லாம் ஒட்டலாம், அவ்வளவுதான், விட்டுடு. വിടാനാ? എന്റെ ബിസിനസ് തകർക്കാൻ നോക്കിയതാ. പിന്നെ സ്വർണ്ണ ബിസ്ക്കറ്റിന്റെ ബിസിനസ് ആണല്ലോ നടത്തണത്. ആകെപ്പാടെ 4-3-7 മിഠായേ ഉള്ളൂ, എന്നിട്ട് ബിൽഡപ്പോ നോക്കണം. നടക്ക വാ. എടാ, ഇപ്പൊ നീ എങ്ങാനും ചെയ്തത്? ഞാനല്ല ഫൗള്, ഞാനല്ലട്ടാ. ചുമ്മാ പോയിച്ചതാ. சும்மா தான் சொல்றா, விட்டுடு. ഞാൻ സത്യം പറഞ്ഞ ഞാനല്ല. പാറമടയിലെ പാറുവിന്റെ മിഠായി കടയിലേക്ക് സ്വാഗതം. ആന്റി, ആ ഒട്ടിക്കുന്ന ആ സെല്ലോ ടേപ്പും ആ ബ്ലേഡും എന്തി? ஐயோ நான் அதை அங்க வச்சு மறந்துட்டேன். ഓടിപ്പോ എടുത്തോണ്ട് വാ. சரி. இல்ல ബ്രൗണി. அங்க ஒருத்தன் இதெல்லாம் போர்ட்ல எழுதுறான். ഏതാ? ஆ, இங்க வாயே. എടാ കള്ള, അപ്പൊ നീയാണല്ലോ ഈ പരിപാടി ഇവിടെ ചെയ്തു വെച്ചത്. എന്ത് പരിപാടി? ഈ മാറ്റി എഴുതുന്ന പരിപാടി കണ്ടേ? കള്ളത്തരം മൂത്തിട്ടേ ഊനൊരു മീൻ എഴുതി വെച്ചേക്കുന്നു. ചേട്ടാ, ചേട്ടൻ എന്റെ കടയിൽ നിന്ന് എത്രമാത്രം മിഠായി മേടിച്ചോണ്ട് പോയി. എനിക്ക് കാശ് തന്നോ? എന്നിട്ട് ഈ പരിപാടി ചെയ്യുന്നത് മോശമല്ലേ? അത് ഞാൻ നിങ്ങൾ ഈ പറയണേ? എന്ത് ചെയ്തെന്നാ മറക്കി പറു. കള്ളത്തരം പറഞ്ഞ ചെവി ഞാൻ പൊന്നാക്കും. സത്യം പറയടാ, നീ എന്തിനാണ് ഇത് ചെയ്തേ? എന്തിനാന്ന്? വടി എടുക്കട്ടെ. ഞാൻ പറയാം. ആന്ന് ഒരേക്ക് പറ. ഞാൻ പാറുവിന്റെ കടയിൽ നിന്ന് മിഠായി മേടിച്ചിട്ട് പൈസ കൊടുക്കാത്ത കാര്യം അവള് നാട് ഫുള്ള് പറഞ്ഞു നടക്കുക. ചേച്ചിക്ക് അറിയോ, ഇപ്പൊ ഈ കാര്യം കാരണം കൊണ്ട് എനിക്ക് എന്റെ അച്ഛനെ പോലെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. എന്താടാ? ആൾക്കാരൻ അച്ഛന്റെ മോൻ വിളിച്ചോണ്ടിരിക്കുക. പാറുവേ, നീ അങ്ങനെ എല്ലാരോടും പറഞ്ഞ? എല്ലാരോടും പറഞ്ഞില്ല, കുറച്ച് ആൾക്കാരോട് പറഞ്ഞു. എന്നോട് പറഞ്ഞു. ഇവളെന്താ ചെയ്യണ്ടേന്ന് അറിയ? ഇവളെ ഉണ്ടല്ലോ. பாரு இப்படி எல்லாம் சொல்லக்கூடாது. நீங்க எல்லாரும் ஃப்ரெண்ட்ஸ் தானே. இப்ப என்ன, ஒரு சாக்லேட்டுக்கு பைசா தரலன்னா இப்ப என்ன ஆக போகுது? പാറു, നീ മിട്ടിച്ചോണ്ടോട് സോറി പറ. മര്യാദക്ക് സോറി പറയാൻ. വേണ്ട ചേച്ചി, അവളെന്നിട്ട് സോറി പറയണ്ട. സോറി പറയണ്ട്, പിന്നെ അതിന് പകരം എനിക്ക് 10 തേമുട്ടായി തന്നാ മതി. മലയാളികളുടെ നമ്പർ 1 ചോയ്സ്
Kerala Matrimony.